ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് അകാലനര തടയുന്നതിനും അതേപോലെ നീളമുള്ള തിക്കായിട്ടുള്ള മുടി വളരുന്നതിനും പറ്റിയ നല്ലൊരു ഹെയർ കെയർ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. അല്ല, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുക. അപ്പോൾ തന്നെ വീഡിയോ വാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ്. ഇത് നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തതാണ്. കറിവേപ്പില മുടിയുടെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. ഇരിക്കുന്ന കറിവേപ്പിലയിൽ നിന്ന് ആ തണ്ടൊക്കെ ഊരി മാറ്റുന്നുണ്ട്. കറിവേപ്പിലയിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡുകൾ മുടിയെ ശക്തിപ്പെടുത്തുന്നതിനും അതുപോലെ മുടിക്ക് നല്ല തിളക്കം നൽകുന്നതിനും സഹായിക്കുന്നു. അതുപോലെ കറിവേപ്പിലയിൽ ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ, വിറ്റാമിനുകൾ, പ്രോട്ടീനുകൾ ഇവ അടങ്ങിയിട്ടുണ്ട്. ഇത് തലയോട്ടിയെ പോഷിപ്പിക്കാനും മുടി കൊഴിച്ച് തടയുന്നതിനും അകാല നര തടയുന്നതിനും സഹായിക്കുന്നു. ഇനി ഒരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മിക്സഡ് ജാറിലോട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. വെള്ളം ഒന്നും ഒഴിക്കരുത്, ജസ്റ്റ് ഒന്ന് കറക്കി നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അരച്ചെടുത്ത കറിവേപ്പില മാറ്റി വെക്കുന്നു. ഇനി നമുക്ക് വേണ്ടിയ വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തു, എന്നിട്ട് ഒരു ചെറിയ ബൗളും എടുത്തിട്ടുണ്ട്. ആ ബൗളിലോട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. ഇടുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ചെറിയ ബൗളിലോട്ട് എടുക്കുന്നുണ്ട്. 2 ബൗള് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇത് കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് ഇത് മെൽറ്റായിട്ട് വരുമ്പോൾ ഇതിൽ കൂടുതലുണ്ടാവും. ചെറിയൊരു ചൂടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് അത് മെൽറ്റായിട്ട് വന്നത്. ഇനി ഗ്യാസിലോട്ട് വെച്ചിട്ട് ചെറിയ തീയിൽ അതൊന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. മുടിയുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും അതേപോലെ മുടി വളരുന്നതിനും അകാല നര തടയുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു മാർഗമാണ് കറിവേപ്പില കൊണ്ടുള്ള ഓയില്. വെളിച്ചെണ്ണ എല്ലാം കട്ടായിട്ടിരുന്ന വെളിച്ചെണ്ണ എല്ലാം മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ മുടിയിൽ കറിവേപ്പില വെച്ചിട്ട് പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മാസ്കായിട്ട്, ഓയിലായിട്ട്, അതേപോലെ ആയുർവേദത്തിലെ മുടിയുടെ സംരക്ഷണത്തിന് പറ്റിയ ഏറ്റവും പ്രധാന കൂട്ടുകളിലൊന്നാണ് കറിവേപ്പില. ചെറു തീയിലാണ് ഇട്ടിരിക്കുന്നത്. തീ ഒട്ടും കൂടാൻ പാടില്ല. അപ്പോൾ ചെറു തീയിൽ ഇട്ട് ആ വെളിച്ചെണ്ണ ഒന്ന് മെൽറ്റായി വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒട്ടും കൂടാൻ പാടില്ല. ചെറു തീയിലിരുന്ന് ഇത് നന്നായിട്ട് കാച്ചിയെടുക്കണം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് സ്പൂണിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ആ കറിവേപ്പില കരിഞ്ഞു പോകരുത്. ഞാൻ കറിവേപ്പില മാത്രമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കൂട്ടത്തിൽ കരിഞ്ചീര ഇട്ട് കൊടുക്കാം, അതുപോലെ ഉലുവ ഇട്ട് കൊടുക്കാം, അതേപോലെ അലോവേരയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കറിവേപ്പില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് മാത്രമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ അപ്പോൾ ചൂടാകുന്നതനുസരിച്ച് ഇത് പതഞ്ഞ് വരുന്നതായിട്ട് കാണാം. അങ്ങനെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ട് അതിൻ്റെ ആ പതഞ്ഞ് വരുന്നതെല്ലാം അങ്ങ് നിൽക്കുന്ന ഒരു ടൈം ആവും. ആ ഒരു ടൈം ആവും, കറക്റ്റ് ടൈമാണ്. നമുക്ക് അന്നേരം ഗ്യാസ് ഓഫാക്കാം. നമ്മൾ ഇങ്ങനെ എണ്ണ കാച്ചുന്ന സമയത്ത് നമ്മൾ തീയൊക്കെ കൂട്ടി വെച്ചാൽ അത് എണ്ണ അങ്ങ് മൂത്ത് പോവും. അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഉപയോഗിച്ചാൽ മുടിയൊക്കെ കൊഴിയുന്നതിനും കാരണമാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓയിൽ കാച്ചിയെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. തീയൊന്നും കൂട്ടി വെക്കാതെ സിമ്മിലിട്ട് ഇത് കാച്ചിയെടുക്കണം. പതയൊക്കെ തീരുന്ന സമയമാകുമ്പോഴത്തേനും നമ്മൾ ചേർത്തിക്കുന്ന ആ കറിവേപ്പിലയൊക്കെ നല്ലതായിട്ട് മുരിഞ്ഞ് കറക്റ്റ് ഒരു പാകമായിട്ട് വന്നിരിക്കും. ആ ഒരു പാകമാകുമ്പോഴാണ് നമ്മൾ ഗ്യാസ് ഓഫാക്കുന്നത്. അങ്ങനെ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. നമ്മുടെ ഓയിൽ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ വെച്ചു. അതിലേക്ക് ഒരു സ്ട്രെയിനർ വെച്ചിട്ട് അതിനുള്ളിലോട്ട് ഒരു തുണി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ആ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ഗ്രീൻ കളറോട് കൂടിയ ഓയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്.
കൂടിയാണ് അതൊന്ന് അരിക്കാനായിട്ട് ഒഴിച്ച് എടുത്തത്. അത് കഴിഞ്ഞിട്ട് ചൂടൊക്കെ ആറി കഴിഞ്ഞിട്ട് അതൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അത് അരിപ്പ ആ ഓയിലിൽ മുട്ടുന്നതുകൊണ്ട് അതൊന്ന് പൊക്കി വെച്ചിട്ട് ആണ് അതൊന്ന് പിഴിഞ്ഞെടുക്കുന്നത്. നന്നായിട്ട് അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് ആ കറിവേപ്പിലയുടെ കിഴി കളയരുത്. നമുക്ക് 2-3 ദിവസം നമുക്ക് ഉപയോഗിക്കാം. തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പം കുറച്ച് ഓയിൽ എടുത്തിട്ട് ആ ഓയിലിൽ മുക്കിയിട്ട് നമ്മുടെ ആ കിഴി നമ്മുടെ സ്കാൽപ്പയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ഓയിൽ ഉണ്ടാക്കിയിട്ട് ഇത് ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുക്കാവുന്നതാണ്. ആവശ്യമുള്ള സമയത്ത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഫിംഗർ ടിപ്പിൽ കയ്യിൽ കുറച്ച് എടുത്തിട്ട് ഒന്ന് റബ്ബ് ചെയ്തിട്ട് ഫിംഗർ ടിപ്പ് കൊണ്ട് മസാജ് ചെയ്ത് വേണം നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ആണേൽ നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാൻ ആ ഓയിൽ ഒന്ന് അടച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഫ്രീസറിലോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു 3-4 മണിക്കൂറോളം വെളിയിൽ AC ഡയറക്റ്റ് തണുപ്പടിച്ച് നല്ല കട്ടിയാക്കി എടുക്കുന്നുണ്ട് ആ ഓയിൽ. നമ്മുടെ ഓയിൽ നല്ല കട്ടിയായി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഗ്രീൻ കളറാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. നല്ല കട്ടിക്കാണ് അതിരിക്കുന്നത്. നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. അല്ല ഇതുപോലുള്ള ഹെയർ ഓയില്, ഹെയർ ഡൈ ടിപ്സ്, റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാം. ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു മാംഗോ സീഡ് കൊണ്ട് ഇതുപോലെ ഹെയർ ബട്ടർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് ഇവിടെയും കറി ലീഫ് വെച്ചിട്ട് ഹെയർ ബട്ടർ ഉണ്ടാക്കാം. നല്ലൊരു ക്രീമാണ്. നമ്മുടെ മുടി നല്ല സോഫ്റ്റായി കിട്ടുന്നതിനും അതേപോലെ നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മുടിക്ക് നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ ഓയിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും നല്ലൊരു ഡിഫറൻസ് നമുക്ക് കാണാം ഇതിങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ക്രീമാണ്. അതേപോലെ നമുക്ക് തൊടുമ്പോഴും നല്ല പട്ട തൊടുന്ന പോലുള്ള സോഫ്റ്റ്നെസ് ആണ് നമുക്ക് ഇതിൽ ഈ ക്രീം തൊടുമ്പോൾ തോന്നുന്നത്. അതേപോലെ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോഴും നമ്മുടെ മുടിക്കും ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഹെയർ കെയർ ക്രീമാണ് ഇത്. ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് നല്ല ക്ലീൻ ഡ്രൈ ആയിട്ടുള്ള ഒരു കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കുപ്പിയിലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ചു കൊടുക്കുന്നു. നമുക്കിങ്ങനെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു ഐഡിയ തന്നെയാണ് ഈ ഹെയർ ബട്ടർ. നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് കുപ്പി നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൽ വെള്ളമൊന്നും ആകാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് മെൽറ്റ് ആകത്തൊന്നുമില്ല. ഇങ്ങനെ ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല, മെൽറ്റ് ആകത്തൊന്നുമില്ല. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ട് കണ്ടിന്യൂസ് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ മുടി വളരുന്നതിനും തിക്കായിട്ട് വളരുന്നതിനും അതേപോലെ അകാല നര ഉണ്ടാകുന്നതൊക്കെ തടയുന്നതിന് സഹായിക്കും. ഈ ഹെയർ കെയർ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് തരിക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനോട് തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.